നമസ്കാരം. ശശി തരൂര് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. ഇതുവരെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഒന്ന് പുറത്താക്കി തരുമോ എന്നുള്ള നിലയിൽ ശശി തരൂർ അദ്ദേഹത്തിന് കഴിയുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശശി തരൂരായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എങ്കിൽ, അതായത് മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനത്ത് എങ്കിൽ, ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും മറ്റൊരവസ്ഥയായി മാറുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതോടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയും RSSും. കാരണം RSSന്റെ ആസൂത്രണം എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ആർക്കും നോക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലല്ല. RSSന്റെ താല്പര്യങ്ങളിൽ നിന്ന് BJP വ്യതിചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് BJPയുടെ അധികാരത്തെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതുമാണ്. ഇപ്പോൾ UP-യിലൊക്കെ RSS ഒന്ന് പിൻവാങ്ങി UP BJPയുടെ കയ്യിൽ നിന്ന് ഏകദേശം പോയ അവസ്ഥയായി. കാരണം 400 സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഈ രീതിയിൽ RSSന്റെ ഒരു ശക്തിയും അവരുടെ പ്രവർത്തന രീതിയും നിശബ്ദമാണ്. RSSന്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ അചഞ്ചലമായ രീതിയിൽ ഓരോ ലക്ഷ്യങ്ങൾ വെക്കുകയും അതിനനുസൃതമായ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. അതിൽ നിന്ന് എന്തെങ്കിലും ഉദ്ദേശങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ മാറ്റത്തിന് കാരണമാവുന്ന സംഗതികളെ മാറ്റുന്നതിനും RSS മടി കാണിക്കാറില്ല. ഇവിടെ ഇപ്പം പ്രധാനമന്ത്രി മോദി, അദ്ദേഹത്തിന് 75 വയസ്സ് താമസിയാതാകും. അപ്പോൾ ആ സമയത്ത് 75 വയസ്സിൽ എല്ലാവരും ഒഴിയണം എന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് അഭിപ്രായപ്പെടുകയുണ്ടായി. അതൊരു ചർച്ചയായെങ്കിലും സജീവമായ ചർച്ചയിലേക്ക് പോയിട്ടില്ല. മോദി സ്ഥാനം ഒഴിയുമോ, മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കുമോ എന്നുള്ളതൊന്നും ആ ഒരു ചർച്ചയിലേക്ക് പോയതുമില്ല. അത് പതുക്കെ ഉഴപ്പി അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. മോഹൻ ഭഗവത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ നായ്പ്പിഴവ് വരുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഡെഡ് എക്കോണമിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് പഹൽഗാം ആക്രമണത്തിന് ശേഷം ശശി തരൂർ ഇന്ത്യയുടെ മുഖമായി ലോകരാഷ്ട്രങ്ങൾ കാണുന്നു. ഇന്ത്യയിലെ സർക്കാരിൻ്റെ ശബ്ദമായി ശശി തരൂരിൻ്റെ ശബ്ദത്തെ ലോകരാഷ്ട്രങ്ങൾ കേൾക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ വ്യാപാര കരാറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ പകരച്ചുങ്കം ഏർപ്പെടുത്തൽ, ഇന്ത്യക്ക് മേൽ 25%, പിന്നെ റഷ്യയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ പിഴച്ചുങ്കവും ഒക്കെ ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. ഇതിനകത്തുള്ള യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഒരു പീയൂഷ് ഗോയലിന്റെ പ്രതികരണം വന്നു. പക്ഷേ എങ്കിലും വിശദമായ ഒരു പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് എങ്ങനെയാണോ ഒരു പ്രതികരണം വരേണ്ടത്, ഏകദേശം ആ ഒരു രീതിയിലാണ് ശശി തരൂരിൽ നിന്നും ഇതിനെ സംബന്ധിച്ചിട്ട് പ്രതികരണം വന്നത്. അതായത് തൻ്റെ രാജ്യം എന്താണ്, തൻ്റെ രാജ്യത്തോട് തൻ്റെ രാജ്യത്തിൻ്റെ നിലപാട് എന്താണ്, അതോടൊപ്പം തന്നെ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ, ഒരു സ്റ്റേറ്റ്മാൻ എന്നുള്ളതിനേക്കാളും ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോഴും അന്തിമമായിട്ടില്ല, ഇന്ത്യയുടെ സംഘാംഗങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആധികാരികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലാണ് ശശി തരൂർ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ടാണ് അത് പ്രകടമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം, കാരണം ഈ RSSന്റെ ഒരു താല്പര്യം മാത്രമല്ല, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ശശി തരൂർ പറഞ്ഞു പഴയ RSS അല്ല ഇപ്പോഴത്തെ RSS ഒരുപാട് മാറി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അഭിപ്രായം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് 3 തവണ മോദിയുടെ കാലം ഉണ്ടായി. അപ്പൊ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരു മുഖത്തെ മുമ്പോട്ട് വയ്ക്കുക മാത്രമല്ല, ഇതിന്റെ പിന്നിൽ, ഈ സർക്കാരിന്റെ പിന്നിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു തിങ്ക് ടാങ്ക്, അതല്ലെങ്കിൽ വളരെ ആസൂത്രണത്തിനും ചിന്തിക്കാനും
ഭാവന ചെയ്യാനും സങ്കല്പിക്കാനും ഒക്കെയുള്ളൊരു വലിയൊരു സംവിധാനം ഈ BJP സർക്കാരിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അത് അംഗീകരിക്കണം. അപ്പോൾ അത്ര സസൂക്ഷ്മമായിട്ടാണ് ഈ ഗവൺമെൻറ് പ്രവൃത്തികളെയും ഓരോ സംഗതികളെയും നിരീക്ഷിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സംശയം വരുന്നതാണ്, അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശശി തരൂരിനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുൻനിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വലിയൊരു നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഈ മാറുന്ന ഇന്ത്യയുടെ ശബ്ദവും മുഖവുമായിട്ട് ശശി തരൂരിനെ ഉയർത്തിക്കാട്ടാനും കഴിയും. അതോടൊപ്പം തന്നെ ശശി തരൂർ എന്ന വ്യക്തിയുടെ ഈ പറഞ്ഞതുപോലുള്ള ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിലും സ്റ്റേറ്റ്മാൻ എന്ന നിലയിലും ഒക്കെ ഉള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെയും അല്ലെങ്കിൽ RSSന്റെയും BJPയുടെയും നിയന്ത്രണത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഭരണം നടത്തിക്കാനും കഴിയും. അവിടെ അദ്ദേഹത്തിന് ഒരു വളരെ സമർത്ഥമായ അല്ലെങ്കിൽ ഒരു ആകർഷകമായ ഒരു വ്യക്തിത്വം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആസൂത്രണവും അത് നടപ്പിലാക്കാനുള്ള സംവിധാനവും തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, ശശി തരൂരിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ രീതിയിൽ ഒരു ഗതി പതുക്കെ വികസിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വൈസ് പ്രസിഡന്റ് പദവിയിൽ തൃപ്തനാകുമോ എന്നത് സംശയമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും തന്നെ എങ്ങനെ എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാനും എന്നൊക്കെ നിശ്ചയിക്കാനുള്ള ശേഷിയും വളരെയധികമുള്ള വ്യക്തി കൂടിയാണ് ശശി തരൂർ. അപ്പം ഈ ഒരു ആശയം അതല്ലെങ്കിൽ ഈ ഒരു ഗതിയുടെ ചലനങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല.